ദക്ഷിണ കൊറിയയിൽ ഒരു വലിയ തണ്ണീർത്തടത്തിന് ഭീഷണിയാകുന്ന സർക്കാർ പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ച വനത്തിൽ കുർബാന നടത്തി ഡേഗു അതിരൂപത. വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി വന്യജീവികളുടെ ആവാസ കേന്ദ്രമായ പാൽഹിയോൺ തണ്ണീർത്തടത്തിന് മുകളിലൂടെ പാലം നിർമ്മിക്കുന്ന സർക്കാരിൻ്റെ പദ്ധതിക്കെതിരെ ഒരു പ്രതിഷേധ ക്യാമ്പയിൻ എന്നോണമാണ് ദിവ്യബലി നടത്തിയത്. വിശ്വാസികൾക്കൊപ്പം നിരവധി പരിസ്ഥിതി പ്രവർത്തകരും ദിവ്യബലിയിൽ പങ്കാളികളായി. പ്രതിമാസം വനത്തിൽ ദിവ്യബലി നടത്തുക എന്ന ക്യാമ്പയിന് ആഹ്വാനം ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ ദിവ്യബലിയാണ് നടന്നതെന്ന് അതിരൂപതയുടെ പരിസ്ഥിതി സമിതി ചെയർമാൻ ഫാദർ ബെനഡിക്ട് ലിം സ്മുഹോ പറഞ്ഞു. ക്രൈസ്തവർക്ക് സൃഷ്ടിയുമായുള്ള ബന്ധം എന്ന ആശയം മനസ്സിലാക്കാനുള്ള അവസരമായിരുന്നു ഈ ദിവ്യബലിയെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ സൃഷ്ടികളുമായുള്ള സഹവർത്തിത്വത്തിനായി നാം ഇപ്രകാരം ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇതെന്നും ദിവ്യബലി മധ്യേ നടന്ന പ്രസംഗത്തിൽ വൈദികൻ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് പ്രകൃതിക്ക് വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തിനെതിരെ 2022 സന്യാസിനിമാർ പ്രതിഷേധിച്ചത് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. അതോടൊപ്പം 2 വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരമായി പരിസ്ഥിതി മലിനീകരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിനെതിരെയും രാജ്യത്തെ കത്തോലിക്ക ബിഷപ്പുമാർ ശബ്ദമുയർത്തിയിരുന്നു. വികസനങ്ങൾ ഒരു നാടിൻ്റെ ഘടനയെ മാറ്റുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒന്നിനെ നാമാവശേഷമാക്കിയല്ല അത് പ്രാവർത്തികമാക്കേണ്ടത്.